അടുത്ത നമ്മൾ നോക്കുന്നത് 13ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ 13ാമത്തെ ചോദ്യം ഇതാണ് മക്കളെ ചോദ്യം വന്നിരിക്കുന്നത്. ലെറ്റ് O be the origin and the position vector of A and B be 2i plus 2j plus k and 2i plus 4j plus 4k respectively. If the internal bisector of triangle AOB meets the line AB at C, then the length of OC ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പം ഇതും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒന്ന് പരിഗണിക്കാനായിട്ട് പറ്റും ഈ ചോദ്യത്തിനെ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ലോജിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം മക്കളെ നോക്കിയിടാം, ഈ ട്രയാങ്കിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ലെറ്റ് O be the origin എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ട്രയാങ്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പം O be the origin എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 0 0 0 ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊടുക്കുന്നു. ദെൻ അടുത്ത എന്താ പറയുന്നത്, A B പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം A എന്ന് പറഞ്ഞത് ഇതാണ്, B എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സ് ചെയ്താലുള്ള മക്കൾ എന്താണ് വരുന്നത്, 2 2 1. ദെൻ ഇവിടെ എന്ത് വരുവാ, 2 4 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത എന്താ പറഞ്ഞത്, ഇഫ് ഇന്റേണൽ ബൈസെക്ടർ ഓഫ് ആംഗിൾ AOB, നോക്കിയേ, ആംഗിൾ AOB എന്ന് പറഞ്ഞതാണ് ഇതാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൈസെക്ടർ ഒക്കെ എന്താ വരുന്നത്, ഇതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ബൈസെക്ടർ ഇതാണ് നമ്മുടെ ആംഗിൾ. ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇന്റേണൽ ബൈസെക്ടർ ഓഫ് ആംഗിൾ AOB meets the line AB at C. ABയിൽ എവിടെ വരുന്നുണ്ട്, C എന്ന് പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നോക്കി, സിയിൽ മീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ എന്താ വരുന്നത്, ദെൻ ദ ലെങ്ത് ഓഫ് OC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് OCയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ട് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, നോക്കി, ഇവിടെ നമുക്ക് Aയും തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് Bയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് നമുക്ക് സെക്ഷൻ ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് C കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഈ കോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ സെക്ഷൻ ഫോർമുല കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, നോക്കിക്കേ, നമുക്ക് ഈ സൈഡിൻ്റെ റേഷ്യോയും ഈ സൈഡിൻ്റെ റേഷ്യോയും നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഈ സൈഡിൻ്റെ റേഷ്യോയും ഈ സൈഡിൻ്റെ റേഷ്യോയും നമുക്ക് പറയാൻ പറ്റും. അതായത് AO ഡിവൈഡഡ് ബൈ OB എന്ന് പറയുന്നത് AC ഡിവൈഡഡ് ബൈ CBനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം AO എന്ന് പറഞ്ഞ സൈഡിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് അതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ചേ മക്കളെ. അപ്പം 2² + 2² എന്ന് പറയുമ്പോഴത്തേന് എത്ര വരും, 4 ആണ്. ദെൻ 4 അപ്പോൾ 9 വരും. അപ്പോൾ ഇതിൻ്റെ √9 വരും. അപ്പോൾ ഇത് നമുക്ക് വരുമ്പോഴത്തേന് 3 ആണ് ഈ സൈഡിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. ദെൻ അടുത്ത നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ സൈഡിൻ്റെ ഡിസ്റ്റൻസ് നോക്കിക്കുക. അപ്പോൾ നമുക്ക് 2² + 4² + 4² വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എത്ര വരും, √36 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് റേഷ്യോ ഈസി ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ, 3:6. അതായത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1:2 റേഷ്യോയിലാണ് അല്ലേ. അപ്പോൾ 1:2 റേഷ്യോയിലാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് C കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് C ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നോക്കിക്കേ, 1 × 2 + 2 × 2 ഡിവൈഡഡ് ബൈ 3. ദെൻ അടുത്തത് 1 × 4 + 2 × 2 ഡിവൈഡഡ് ബൈ 3. ദെൻ നെക്സ്റ്റ് എന്ത് വരടാ, 1 × 4 + 2 × 1. ഓക്കെ, 1 × 4 കുറച്ച് സ്പേസ് ഇല്ല, അങ്ങോട്ട് എഴുതാം. 1 × 4 + 2 × 1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ ഇത് എന്തായിട്ട് വരും, C = ഇത് 2, ദെൻ ഇത് 4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 2 വരും. ഇത് നോക്കിയേ, 4, ദെൻ ഇപ്പം 8/3 വരും. ദെൻ ഇതെന്ത് വരും, ഇത് 2 വരും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ C എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2, 8/3, ദെൻ 2. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ലെങ്ത് ഓഫ് OC ആണ് നമുക്ക് വേണ്ടത്. അതായത് OCയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ OC നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, √2 - 0 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും, 2², ദാറ്റ് ഈസ് 4 ആണ്, പ്ലസ് 8/3 - 0. അപ്പോൾ എന്ത് വരും, 64/4
3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 വരും. ദെൻ പ്ലസ് ഇവിടെ എന്ത് തന്നെ വരും 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റൂട്ട് 8 പ്ലസ് 64/9 നമുക്ക് കിട്ടും. ദെൻ ഇത് നിങ്ങൾ എൽസിഎം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 136 ഡിവൈഡ് ബൈ 9 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 136 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ദെൻ ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 136 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 2/3 റൂട്ട് 34 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ.